അഖിൽമാരാണ് കഴിഞ്ഞ റീസെന്റ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ അദ്ദേഹം ഈ പ്രസവത്തെക്കുറിച്ചും അത് ലഘൂകരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് താങ്കൾ ഡോക്ടറാണ്, അപ്പോൾ താങ്കൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാവും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ആക്ച്വലി ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ ആയിട്ട് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ആദ്യമേ തൊട്ടേ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഓരോരോ ഇഷ്യൂസ് വന്നു തുടങ്ങും. ഉറക്കക്കുറവുണ്ടാവും, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രഗ്നൻസിയുടെ ടൈമിൽ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അത് ഏത് രീതിയിലാണ് പ്രഗ്നൻസി വേണം, നോർമൽ വേണോ, സി സെക്ഷൻ വേണോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നത്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണ്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണ്. ഓൾമോസ്റ്റ് 20 എല്ല് ഒടിയുന്ന, മനസ്സിലായില്ല, 10 തൊട്ട് 20 എല്ല് ഒടിയുന്ന പെയിൻ ആണ് ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിനകത്ത് വല്ലതും വേണം. അതൊരു ഈസി കാര്യമല്ല. നമുക്ക് ആണുങ്ങൾക്ക് അങ്ങനെ പറയുന്ന നടക്കല്ല. അവർ ഈവൻ മെൻസ്ട്രൽ സൈക്കിൾ പീരിയഡ്സിന്റെ സമയം പോലും അവർ പെയിൻ അനുഭവിക്കുന്ന ഒരാൾക്കാർ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പുള്ളിക്കാരൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള അഭിപ്രായമാണ്. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞകണ്ട. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. കാരണം ഈസി അല്ല സ്ത്രീ ആയിട്ട് ജീവിക്കാനും പ്രസവിക്കാനൊക്കെ കുറേ എഫേർട്ട് എടുക്കും, കുറേ പെയിൻ സഫർ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ വേണ്ടി വരും. ഒരുപാട് രീതിയിലുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രഷർ എല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഒരു കുട്ടീനെ ജന്മം കൊടുക്കുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയാൾ കളിച്ച ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ അഖിൽമാരാർ? പൊതുവെ മണ്ടത്തരമാണ് കാണിക്കുന്നത്, പറയുന്ന എല്ലാം മണ്ടത്തരം. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞ ഗർഭിണികളുടെ കാര്യം എനിക്കൊന്നും ഞാൻ പറയാനില്ല. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം അയാൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ പൊട്ടനായാലും ഒരു വിവരമില്ലാത്ത മനുഷ്യൻ.